ഒരു സാഹചര്യവും അവസരവും നീ തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തമ്പുരാനെ നീ തരല്ലേ. ഈ വണ്ടി കൊണ്ടൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഈ വണ്ടി കൊണ്ട് ഞങ്ങൾക്ക് വിജയമല്ലാതെ കണ്ട് ഒരു ബുദ്ധിമുട്ടിലേക്കും ഞങ്ങൾ നീ ആക്കല്ലേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വണ്ടിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ആർക്ക് വേണ്ടി? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله ما شاء الله. بسم الله ما شاء الله كان. بشأن لا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. السلام عليكم വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലെ പ്രധാനമായ വിഷയം, നാം പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ഖുർആനിലൂടെ ഒരു വചനം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഒരുപാട് വചനങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഇതൊരു പ്രധാനമായ വചനമാണ്. ഈ വചനം നമ്മൾ ഉരുവിട്ടതിന് ശേഷം നമ്മൾ ആ വാഹനത്തിൽ കയറി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്തും ഐശ്വര്യവും ഒക്കെ നമുക്ക് തരുന്നതാണ്. മറ്റ് ഇടങ്ങേറികൾ, ആപത്തുകൾ, മുസീബത്തുകൾ, വൈഷമ്യങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ അള്ളാഹുവിനെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നമ്മളിതങ്ങ് ചെല്ലണം. എങ്ങനെ? ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെല്ലിയാൽ മതി. ഒരു പ്രാവശ്യം ചെല്ലിയിട്ട് വണ്ടിയിൽ കയറി വണ്ടി അങ്ങോട്ട് പുറപ്പെടുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ കൂടി പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പല ഭാഗങ്ങളിലും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്, പല അർത്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് പ്രധാനമായ ഒരു ഭാഗമാണിത്. അതുകൊണ്ട് ആ പറയുന്ന ഭാഗം ഞാനിവിടെ ചെല്ലുന്നതാണ്. ആ ചെല്ലുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വണ്ടിയിൽ കയറാൻ നേരത്ത് നിങ്ങളിത് പറയണമെന്ന് ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്. അത് പറയുന്നതിനും പഠിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ നിസ്സാരമായിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അതായത് മറ്റൊന്നുമല്ല, അള്ളാഹുവേ റഹ്മാനുമായ തമ്പുരാനെ, ഈ വണ്ടിയെ നീ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഈ വണ്ടിയെ നീ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അല്ലാ. അതുകൊണ്ട് ഞങ്ങളും കീഴ്പ്പെടുത്തുന്നു. ഞങ്ങളിൽ നീ കീഴ്പ്പെടുത്താനുള്ള ഒരു സാഹചര്യവും അവസരവും നീ തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തമ്പുരാനെ നീ തരല്ലേ. ഈ വണ്ടി കൊണ്ടൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഈ വണ്ടി കൊണ്ട് ഞങ്ങൾക്ക് വിജയമല്ലാതെ കണ്ട് ഒരു ബുദ്ധിമുട്ടിലേക്കും ഞങ്ങൾ നീ ആക്കല്ലേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വണ്ടിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ആർക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വണ്ടിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഉന്നതനായ സർവാധിപനും സർവജ്ഞനുമായ തമ്പുരാന് നമ്മൾ സ്തുതി പറയുന്നു. എങ്ങനെ സ്തുതി പറയുന്നു എന്ന് ചോദിച്ചാൽ, വണ്ടി എങ്ങനെ ഓടിക്കോടി പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടിയിൽ കയറി വണ്ടി എങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പറയാനുള്ളത് മറ്റൊന്നുമല്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നമ്മളൊക്കെ പറയണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്തവരാരും തന്നെ ഇല്ല. അല്ലാഹുവേ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്നുള്ള ഈ പറച്ചില് നമ്മളെ മനസ്സിനകത്ത് നമ്മളെ ഹൃദയം കൊണ്ട് ഇങ്ങനെ പറയുകയും ആ വണ്ടി ഇങ്ങനെ വിട്ടുപോവുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കും, ആ ഓട്ടത്തിൽ നമ്മളെ കാക്കും. എല്ലാ രീതിയിലുള്ള കാവല് അല്ലാഹു സുബ്ഹാനഹു വ തആല, കാവലും രക്ഷയും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും നമുക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിലും നമ്മളിത് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. ഞാനതാ ഇത് ചെല്ലാൻ പോകുന്നു. ഈ ചെല്ലാൻ പോകുന്ന സംഗതി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെല്ലിയിട്ട് നിങ്ങൾ വണ്ടി കയറണമെന്നും കൂടി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ റബ്ബേ അനുഗ്രഹത്തിൻ്റെ നാഥാ, നിന്റെ പരിശുദ്ധമായ ഖുർആന്റെ വചനം ഞാനിതാ പറഞ്ഞു കൊടുക്കുന്നു തമ്പുരാനെ എന്നുള്ള നിയത്തോടു കൂടി നിങ്ങൾക്ക് ഞാനിതാ പറഞ്ഞു തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ
سهر لنا هذا وما كنا له مقرنين وإنا إلى ربنا يا منقلبون سبحان الذي سهر لنا هذا وما كنا له مقرنين وإنا إلى ربنا لا منقلبون. ഇതാണ് ചെല്ലേണ്ടത്. ഇതിങ്ങനെ ചെല്ലിയിട്ട് വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ വണ്ടി ഓടാൻ ഇങ്ങനെ സമയമാകുമ്പോൾ അങ്ങ് മനസ്സുകൊണ്ടങ്ങ് പറഞ്ഞേക്കണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വണ്ടി വിടണം. അഹങ്കാര മനോഭാവത്തിൽ വണ്ടി വിടരുത്. അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ട് വേണം പറയേണ്ടത്. നമ്മളാരും അഹങ്കാരികളൊന്നുമല്ല. നമ്മൾ സമാധാനമായിട്ട് റബ്ബിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരുടെയും കഴിവല്ല. ഈ വണ്ടി ഓടുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല. എല്ലാം അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹു നമുക്ക് കഴിവ് തമ്മില്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കാനും ഒന്നിനും നമുക്ക് കഴിയത്തില്ല. എല്ലാം അള്ളാഹാണ്. സർവ്വതും അള്ളാഹാണ്. സർവാധിപനായ തമ്പുരാനിൽ ലയിച്ചിരിക്കുന്നു സകല കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുകയും നമ്മൾ മാനസികമായി ഞാനാണ് വലുത് എന്നുള്ളൊരു മനോഭാവം ഒന്നും വെക്കാതെ കണ്ട് നമ്മളിത് റബ്ബിനോട് യാചനയായ രൂപത്തിൽ കൂടി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കപ്പെടും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എല്ലാവിധ ഹൈറും ബർക്കത്തും അള്ളാഹുവേ നീ വണ്ടി ഓടിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹുവേ നീ നല്ല വണ്ണമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടും മാറ്റി എല്ലാ ഹൈറും ബർക്കത്തും അവർക്കെല്ലാം നീ കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.